ടെക് ഭീമൻ കമ്പനിയായ ASMലുമായി കൈകോർത്ത് ലോകത്തെ സൂപ്പർ പവർ രാജ്യങ്ങൾ മാത്രം കൈവശം വെച്ചിരുന്ന ചിപ്പ് സാങ്കേതിക വിദ്യയുടെ വാതിൽ ഇന്ത്യയും തുറക്കാനൊരുങ്ങുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ലോക സാങ്കേതിക രംഗത്ത് നിർണായക മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്ന വലിയൊരു കരാറിലേക്ക് ഇന്ത്യ കടക്കാൻ പോവുകയാണ്. രാജ്യത്തെ ആദ്യ വാണിജ്യ സിലിക്കൺ ചിപ്പ് നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സും നെതർലാൻഡ് ആസ്ഥാനമായ ആഗോള സാങ്കേതിക ഭീമൻ ASML കമ്പനിയും കൈകോർക്കുന്നു. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശ നൽകുന്ന ഈ നീക്കം ഭാവിയിലെ സാങ്കേതിക ശക്തിയായി രാജ്യത്തെ ഉയർത്തുമെന്ന വിലയിരുത്തലിലാണ് വിദഗ്ധർ. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യകളിലൊന്നായ ലിത്തോഗ്രാഫി സംവിധാനമാണ് ഈ കരാറിലൂടെ ഇന്ത്യ കൈവശപ്പെടുത്തുക. സിലിക്കൺ വേഫറുകളിൽ അതിസൂക്ഷ്മമായ സർക്യൂട്ടുകൾ പതിപ്പിക്കുന്നതിനാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറുതും അതിവേഗ ശേഷിയുള്ളതുമായ ചിപ്പുകൾ നിർമ്മിക്കാൻ നിർണായകമായ EUV ലിത്തോഗ്രാഫി മെഷീനുകൾ നിർമ്മിക്കുന്ന ഏക കമ്പനിയാണ് ASML. ഇന്റൽ, സാംസങ്, DSMC പോലുള്ള ആഗോള ടെക് ഭീമന്മാർ പോലും ആശ്രയിക്കുന്നത് ഈ ഡച്ച് കമ്പനിയുടെ സാങ്കേതിക വിദ്യയാണ്. ASML സ്വന്തമായി ചിപ്പുകൾ നിർമ്മിക്കുന്നില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള അത്യാധുനിക ചിപ്പ് ഫാക്ടറികളുടെ അടിത്തറ ഈ കമ്പനിയുടെ മെഷീനുകളാണ്. ഒരു EUV മെഷീന്റെ വില തന്നെ ആയിരക്കണക്കിന് കോടി രൂപ വരും. അത്രയും സങ്കീർണവും കൃത്യതയേറിയതുമായ സാങ്കേതിക സംവിധാനമാണിത്. ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ രാജ്യത്തിന്റെ സെമി കണ്ടക്ടർ മേഖലയ്ക്ക് വലിയ ഉണർവ് കൈവരും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നെതർലാൻഡ്സ് അധികൃതരുടെയും സാന്നിധ്യത്തിലാണ് ടാറ്റ ഇലക്ട്രോണിക്സും ASML കമ്പനിയും തമ്മിലുള്ള കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ സാങ്കേതിക സ്വയം പര്യാപ്തതയിലേക്കുള്ള ചരിത്രപരമായ ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഭാവിയിൽ രാജ്യത്തെ യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ കരാർ വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയും ഉയരുകയാണ്. ഗുജറാത്തിലെ ധോലേരയിൽ ഇന്ത്യയിലെ ആദ്യത്തെ 300 മില്ലിമീറ്റർ വാണിജ്യ സെമി കണ്ടക്ടർ ഫാബ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടാറ്റ ഇലക്ട്രോണിക്സ്. ഈ ഫാബിലാണ് ASML സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. ലോക നിലവാരത്തിലുള്ള ചിപ്പ് നിർമ്മാണ സംവിധാനങ്ങളുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന നിർണായക കേന്ദ്രമായി ഈ ഫാബ് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ തായ്വാനിലെ പ്രമുഖ ചിപ്പ് നിർമ്മാണ കമ്പനിയായ PSMCയുമായി സഹകരിച്ചാണ് ടാറ്റ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 28 നാനോമീറ്റർ മുതൽ 110 നാനോമീറ്റർ വരെയുള്ള വിവിധ തലങ്ങളിലുള്ള ചിപ്പുകൾ നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ, വാഹനങ്ങൾ, ടെലികോം ഉപകരണങ്ങൾ, വ്യാവസായിക സംവിധാനങ്ങൾ, പ്രതിരോധ മേഖല തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ചിപ്പുകളായിരിക്കും പ്രധാനമായും ഇവിടെ നിർമ്മിക്കുക. പ്രത്യേകിച്ച് 28 നാനോമീറ്റർ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന ചിപ്പുകൾ ലോകവിപണിയിൽ ഏറെ ആവശ്യകതയുള്ളതാണ്. അതിവേഗ മൊബൈൽ പ്രോസസറുകൾക്കപ്പുറം വാഹന വ്യവസായം, 5G ഉപകരണങ്ങൾ, സ്മാർട്ട് ഉപകരണങ്ങൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ചിപ്പുകളാണിവ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ 28 നാനോമീറ്റർ സിലിക്കൺ ചിപ്പുകൾ ഈ വർഷം തന്നെ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകരാഷ്ട്രീയവും സാങ്കേതിക മത്സരവും കടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ ഈ മേഖലയിലേക്ക് ശക്തമായി കടന്നുവരുന്നത്. കോവിഡ് കാലത്ത് ചിപ്പ് ക്ഷാമം ലോക വാഹന ഇലക്ട്രോണിക് വ്യവസായങ്ങളെ തകർത്തതോടെ ചിപ്പ് നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത നേടേണ്ടതിന്റെ പ്രാധാന്യം രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ടെക് പോരാട്ടത്തിനിടയിൽ ഇന്ത്യക്ക് പുതിയ അവസരമാണ് നിലവിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. സെമി കണ്ടക്ടർ നിർമ്മാണം ഒരു വ്യവസായം മാത്രമല്ല, ഭാവിയിലെ സാമ്പത്തിക സാങ്കേതിക ശക്തിയുടെ അടയാളം കൂടിയാണ് ഈ വ്യവസായ മേഖല. കൃത്രിമ ബുദ്ധി മുതൽ ബഹിരാകാശ ഗവേഷണം വരെയുള്ള സംവിധാനങ്ങളുടെ അടിസ്ഥാന ഭാഗം ചിപ്പുകളാണ്. അതിനാൽ തന്നെ ടാറ്റ ASML കൂട്ടുകെട്ട് ഇന്ത്യയുടെ ഭാവി സാങ്കേതിക ഭൂപടം തന്നെ മാറ്റിമറിക്കാനിടയുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.